ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമലയിൽ ആചാര ലംഘനം നടത്താം. ഇവിടെ നാട് നീളെ പൂമരൻ പ്രസംഗിക്കുകയായിരുന്നു, എം സ്വരാജ് പ്രസംഗിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? മറ്റേ മാളികപ്പുറത്തമ്മ കരഞ്ഞു. മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. അതല്ലെങ്കിൽ ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു തുടങ്ങിയ ഹൈന്ദവ വിരുദ്ധമായ പ്രസംഗങ്ങളാണ് നാടുനീളെ ഈ പൂമരൻ സ്വരാജ് നടത്തിയത്. പിണറായി വിജയൻ നടത്തിയത് ആ തന്ത്രിയെക്കുറിച്ച്, ശബരിമല തന്ത്രിയെക്കുറിച്ച് ഏറ്റവും അപഹാസ്യമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ പിണറായി വിജയൻ നടത്തുന്നു. ഏറ്റവും അതിനീചമായ രീതിയിൽ നമ്മുടെ സ്പീക്കർ ഷംസീർ, ഗോവിന്ദൻ, ശ്രീമതി ടീച്ചർ, അങ്ങനെ ഈ CPM നേതാക്കന്മാർ മുഴുവനും ഇത്തരത്തിലുള്ള ഒരു ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുകയും ഈ ശബരിമലയിലേക്ക് ഈ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ, രഹ്ന ഫാത്തിമയെയും ബിന്ദു അമ്മിനിയെയും ഒക്കെ കയറ്റിവിടുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ആചാര ലംഘനമാണ് വേണ്ടത്, ഇവിടെ എന്താ പറയുക നവോത്ഥാനം മതില് കെട്ടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം. അതിനെതിരെ ഇവിടെ നാമജപ ഘോഷയാത്രകൾ ഉണ്ടായി, ഹൈന്ദവ സമൂഹം ആകെ ഇളകി മറിഞ്ഞു. അങ്ങനെ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ദയനീയമായി CPM പരാജയപ്പെട്ടപ്പോഴാണ് CPMന് മനസ്സിലായത് തങ്ങളുടെ കൈവശമുള്ള ഹൈന്ദവ വോട്ടുകൾ ഇതാ പതുക്കെ ചോർന്നു പോവുകയാണ്. അതോടെ CPM എന്ന് പറഞ്ഞാൽ CPMന് ഒരു നിലപാടില്ലാന്നേ. CPMന് ആവശ്യം വോട്ടുകൾ കിട്ടുക, വോട്ടുകൾ സമാഹരിക്കുക, അധികാരത്തിൽ വരിക, അധികാരത്തിൽ വന്നിട്ട് കൊള്ള, എന്താ പറയുക, ധാർഷ്ട്യം, അഴിമതി തുടങ്ങി